ഒട്ടും ദുർഗന്ധമില്ലാത്ത പുഴുയില്ലാത്ത വീടിന്റെ ഉള്ളിൽ വെച്ച് തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന കമ്പോസ്റ്റിന്റെ ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അതായത് കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റ് ആണ്. അടിപൊളി വീഡിയോ ആണ്. അപ്പൊ നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോയിലോട്ട് പോവാം. എല്ലാവർക്കും PRS കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിയാമ. നമ്മുടെ വീട്ടിലുള്ള കിച്ചൺ വേസ്റ്റ് യാതൊരു മണവും പുഴുവൊന്നും ഇല്ലാതെ പെട്ടെന്ന് കമ്പോസ്റ്റ് ആക്കാനുള്ള അടിപൊളി ടിപ്പായിട്ടാണ് നമ്മൾ വന്നിരിക്കണേ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമ്മൾ ചെയ്തിട്ടുള്ള കമ്പോസ്റ്റ് ഒന്ന് നോക്കാം അല്ലെ. ഇതില് നിറച്ചാക്കിയിട്ടുണ്ടായിരുന്നതാണ്. പക്ഷെ നമ്മൾ എടുത്തപ്പോ വളരെ കുറവ് അളവാണ് ഉള്ളത്. കണ്ടോ, നല്ല പൊടി കമ്പോസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടല്ലോ അല്ലെ. ഇനിയിപ്പോ ഇതില് നമുക്ക് നേരിട്ട് ചെടികൾ നടാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് അങ്ങനെ ചോട്ടിലേക്ക് ഇട്ട് കൊടുക്കാനും വളരെ നല്ലതാണ്. അപ്പൊ കണ്ടോ, ഒരു പാത്രം നിറയെ നമ്മള് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഒരു ഇതായി കിട്ടുമ്പോൾ, കമ്പോസ്റ്റ് ആയി കിട്ടുമ്പോൾ ഇതിന്റെ ഒരു കാൽ ഭാഗേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഒട്ടും വൈകാതെ എങ്ങനെയാണ് ഇത് കമ്പോസ്റ്റ് ആക്കുക എന്നുള്ളത് നോക്കാം. അപ്പൊ അതിന് നമുക്ക് ഏറ്റവും നല്ലത് ഇങ്ങനെ ഒരു ചട്ടിയാണ് കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ നമുക്ക് ഈ ഒരു ചട്ടിയിൽ തന്നെ ഉണ്ടാക്കി കാണിക്കാം. കണ്ടു, ഈ ചട്ടിയിൽ ഞാനിവിടെ ഹോൾ ഇട്ടിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ ഹോളുള്ള ചട്ടി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് ഈ ഒരു ചട്ടിക്ക് ഹോളില്ല, ആ ഹോളില്ലാത്ത ചട്ടിയിലോട്ട് ഞാനത് ഇറക്കി വെച്ചു. അപ്പോൾ ഒരു ഹോളുള്ള ചട്ടിയും ഒരു ഹോളില്ലാത്ത ചട്ടി എടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബക്കറ്റോ അല്ലെങ്കിൽ വേറെ എന്താണ് നിങ്ങളുടെ അടുത്തുള്ളത് അത് പറഞ്ഞാൽ ഹോൾ ഇട്ടിട്ടും ഹോൾ ഇടാതെ ഇരിക്കണം. ഇത് ഹോള് ഇല്ലാത്തതാണ്, ഇത് ഹോളുള്ളതാണ്. അപ്പം അതിലിട്ടു. അതിനുശേഷം നമുക്ക് അതിൻ്റെ ഏറ്റവും അടിയിലോട്ട് നമുക്ക് കരിയിലിടണം. കരിയില നിർബന്ധമാണ്. കരിയില ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ കാർഡ്ബോർഡ് ബോക്സ് കീറി അതിൻ്റെ കടലാസുകൾ പിച്ചിടാം. ഇതിൽ വരുന്ന വെള്ളം ഉണ്ടല്ലോ, അത് വലിച്ചെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ഇടുന്നത്. അപ്പൊ നിർബന്ധമായിട്ടും ഒന്നെങ്കിൽ കരിയില ഇടുക, അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ കാർഡ്ബോർഡ് പെട്ടിയുടെ കടലാസുകൾ പിച്ചിടുന്നത് വളരെ നല്ലതാണ്. എല്ലാം കൂടെ വേണ്ട, ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടതാണ്. നമ്മൾ കരിയിലയാണ് സാധാരണ ഇടുക. അപ്പൊ എല്ലാവരുടെ അടുത്തും കരിയില ഉണ്ടാവും, ഫ്ലാറ്റിലുള്ളവരുടെ അടുത്ത് ഉണ്ടാവില്ല. അപ്പൊ അവർക്ക് വേണ്ടിയാണ് നമ്മളത് പറഞ്ഞത്. അപ്പൊ നമ്മളിതേ നല്ല രീതിക്ക് തന്നെ കരിയില ഇട്ടു. അതിനുശേഷം നമുക്കതിലോട്ട് ചകിരി കമ്പോസ്റ്റ് ആണ് ഇടേണ്ടത്. അപ്പൊ ചകിരി കമ്പോസ്റ്റ് എടുക്കുന്ന സമയത്ത് ഒന്ന് പരത്തി അതിൻ്റെ ആ വെള്ളമൊക്കെ വലിഞ്ഞ ശേഷം വേണം നമ്മൾ എടുക്കാനായിട്ട്. ഇപ്പൊ ചകിരിച്ചോറാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അത് അതിൻ്റെ കറയൊക്കെ കളഞ്ഞ് പിഴിഞ്ഞ് ഉണക്കി വേണം എടുക്കുക. ഒരു കാരണവശാലും ചകിരിച്ചോറിലോ ചകിരി കമ്പോസ്റ്റിലോ വെള്ളം നനവ് ഉണ്ടാവാനായിട്ട് പാടില്ല. പിന്നീട് നമ്മൾ അതിലോട്ട് ആവശ്യാനുസരണം മണ്ണ് വളരെ നല്ലതാണ്. കാരണം ഇതിൽ തന്നെ നമുക്ക് ഇനി ഇത് നടാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഒരു രീതിക്കാണ് നമ്മൾ ചെയ്യണേ. അപ്പൊ മണ്ണിട്ടു. ഇനിയിപ്പോ മണ്ണിലേക്ക് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഡോളോമേറ്റ് ഇടാം, അല്ലാന്നുണ്ടെങ്കിൽ കുമ്മായ ഇടാം. ഇത് ഓപ്ഷനിലാണ്, താല്പര്യമുള്ളവർക്ക് ചെയ്യാം. നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്. എന്നിട്ട് നേരിട്ട് ഇതിൽ ചെടികൾ നടാറുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കമ്പോസ്റ്റ് ആവാനും ഇത് വളരെ സഹായിക്കും. ഇത് ഇട്ടതിന് ശേഷം നമ്മളുടെ വീട്ടിലുള്ള കിച്ചൺ വേസ്റ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് ആവശ്യാനുസരണം ഇതിലോട്ടിടാം. നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കമ്പോസ്റ്റ് ആയിട്ട് കിട്ടും. അപ്പം നമ്മളത് ആവശ്യാനുസരണം ഇട്ടു. ഇനിയിപ്പോൾ ഇതിൽ മണം വരാതിരിക്കാനോ അല്ലെങ്കിൽ പുഴുക്കൾ വരാതിരിക്കാനോ ഒക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി ഒരു സ്വല്പം വെതറി കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മളതങ്ങനെ ആക്കി. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വളരെ പെട്ടെന്ന് നമുക്ക് കമ്പോസ്റ്റ് ആവണമല്ലോ അല്ലേ. അതിന് ഈസ്റ്റ് വളരെ നല്ലതാണ്. ഈസ്റ്റ് ഉണ്ടല്ലോ, നമ്മളുടെ വീടുകളിൽ സാധാരണ കിട്ടുന്ന നമ്മൾ അപ്പത്തിനൊക്കെ എടുക്കുന്ന ഈസ്റ്റ്, അത് കലക്കി വെച്ചിട്ടുള്ളത്, അതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണേ. അതിന് പകരം നിങ്ങൾക്ക് ശർക്കര നീര് ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ കട്ട തൈര് ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ചാണകം കലക്കി ഒഴിച്ചു കൊടുക്കാം. പക്ഷെ ഞാൻ സാധാരണ ഈസ്റ്റാണ് ആക്കുക. ഈസ്റ്റ് ആക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അത് ഫെർമെന്റേഷൻ നടന്ന് നല്ലൊരു കമ്പോസ്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ ഈസ്റ്റിനും അതിൻ്റെതായ കുറേ ഗുണങ്ങളുണ്ട്. അപ്പം നമ്മളിവിടെ ഈസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാനതെടുത്ത് ഞാനിപ്പോൾ ഇതിൽ ഒഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് വെള്ളത്തിൽ ഇത്തിരി മുമ്പ് അതിൽ പഞ്ചസാരയൊക്കെ ഇട്ട് ഈസ്റ്റൊക്കെ ഇട്ട് വീർക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. കണ്ടുവോ? അപ്പോൾ വളരെ കുറവ് മതി. ഈസ്റ്റിൻ്റെ അളവ് എന്ന് പറയുന്നത് 1 ടീസ്പൂണ് പഞ്ചസാരയിലേക്ക് 1 ടീസ്പൂണ് ഈസ്റ്റ് എന്നുള്ള രീതിയിൽ വേണം ഇടാനായിട്ട്. പക്ഷെ കുറച്ച് വെള്ളം മതി, ഒരുപാട് വെള്ളം ആവാനായിട്ട് ഇതിൽ പാടില്ല. അപ്പോൾ നമ്മൾ കുറച്ച് അതിലൊഴിച്ചു, ബാക്കി ഇവിടെ എടുത്തു വെച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും നമ്മൾ അതിലോട്ട് ഒരു ലെയറും കൂടെ കരിയിലിടുക. കരിയിലില്ലാത്തവർക്ക് ആ പേപ്പർ ഇടാവുന്നതാണ് കേട്ടോ.
ദേ വീണ്ടും ഒരു ലെയർ കരിയില ഇട്ടു. നമ്മൾ ചകിരി കമ്പോസ്റ്റ് അല്ലെങ്കിൽ ചകിരിച്ചോറ് വീണ്ടും ഇട്ടു. അതിന് ശേഷം നമ്മൾ വീണ്ടും കുറച്ച് മണ്ണിട്ടു. വളരെ കുറവ് മതി, പിന്നെ സ്വല്പം കേട്ടോ, വളരെ കുറവ് ഡോളോമേറ്റ് ഇട്ടു. വേണമെന്നുണ്ടെങ്കിൽ വേപ്പിൻ പിണ്ണാക്ക് ഇടാം. അപ്പം മഞ്ഞൾപ്പൊടി ഒഴിവാക്കാം. ആവശ്യമുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഇതാക്കാം. പക്ഷെ നിങ്ങൾക്ക് ഞാൻ ചെയ്യാറുണ്ട്, താല്പര്യമുള്ളവർക്ക് വേപ്പിൻ പിണ്ണാക്ക് ഇടാം. വേപ്പിൻ പിണ്ണാക്ക് ഇടുമ്പോൾ എലിയുടെ ഉപദ്രവം ഒന്നും ഉണ്ടാവില്ല. അതിനുശേഷം വീണ്ടും നമ്മുടെ കിച്ചൺ വേസ്റ്റ് ഉണ്ടല്ലോ, ആ വേസ്റ്റ് ഇതിലൊരു കാരണവശാലും ചോറിൻ്റെ വേസ്റ്റ് അങ്ങനത്തെ ഒന്നും ഇടാൻ പാടില്ല. അപ്പോൾ ഈ ചോറ് അതിൻ്റെ വേസ്റ്റ് ഇതൊക്കെ എങ്ങനെയാണ് ആക്കുക എന്നുള്ള വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളുടെ വീട്ടിലുള്ള പച്ചക്കറിയാണ് വേസ്റ്റ്, അത് മാത്രമാണ് ഇതിലിടാൻ പാടുള്ളൂ. ചോറിൻ്റെ വേസ്റ്റ്, മീനിൻ്റെ വേസ്റ്റ്, ഇറച്ചി വേസ്റ്റ് ഇതൊക്കെ നമുക്ക് ആക്കാനായിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് കാണുക. ഇതിൽ മാത്രമാണ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ വേപ്പിൻ പിണ്ണാക്ക് ഇട്ടതുകൊണ്ട് ഞാൻ മഞ്ഞൾപ്പൊടി ഇതിലിടുന്നില്ല. ഇനി ബാക്കിയുള്ള ഈസ്റ്റ് ഉണ്ടല്ലോ, ആ ഈസ്റ്റും കൂടെ ഇതിലോട്ട് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഈസ്റ്റിന് പകരം നിങ്ങൾക്ക് ശർക്കര നീരൊഴിച്ചാൽ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈസ്റ്റാണ് സാധാരണ ഒഴിക്കുക. ഇനി നമ്മൾ അതിൻ്റെ മേലേക്ക് വീണ്ടും നമ്മൾ ചകിരി കമ്പോസ്റ്റ് ഇട്ടു, ബാക്കി മണ്ണിട്ടു. ഇനി ഏറ്റവും മേലെയാണ് നമ്മൾ കരിയില ഇടുന്നത്. അപ്പം ഇങ്ങനെ ഇടുന്ന സമയത്ത് ഇതിൽ ഒരു കാരണവശാലും പുഴുക്കളോ ഒന്നും വരില്ല. അഥവാ പുഴുക്കൾ വന്നാൽ തന്നെ അത് നല്ലൊരു സംഭവമാണ്. ഇത് കമ്പോസ്റ്റ് ആക്കാൻ വരുന്നതാണ്. പിന്നെ ഈ കരിയില അടിയിലും മേലും ഇട്ട് കഴിഞ്ഞാൽ മേലോട്ട് പുഴുക്കൾ വന്നിട്ടുള്ള ഒരു ഉപദ്രവം ഉണ്ടാവില്ല. അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് അത് കമ്പോസ്റ്റ് ആവും, അടിയിലോട്ടും വരില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നല്ല രീതിക്ക് തന്നെ നമ്മൾ കരിയില ഇടണം. കരിയില ഇട്ട് നമ്മൾ ഇത് ഒന്ന് അടച്ച് മാറ്റി വെക്കണം കേട്ടോ. നമ്മൾ കരിയിലൊക്കെ ഇട്ട് എന്തെങ്കിലും ഒരുപാട് ടൈറ്റായിട്ട് അടയ്ക്കണമെന്നില്ല, എന്നാലും ജസ്റ്റ് നമ്മളിങ്ങനെ അടച്ചു വെച്ച് പിന്നീട് നമ്മളിത് നിറയുന്ന വരും ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്തായാലും നമ്മുടെ വേസ്റ്റൊക്കെ ഉണ്ട്, കിച്ചൺ വേസ്റ്റൊക്കെ നമ്മളൊരു പാത്രത്തിൽ കളക്ട് ചെയ്ത് ഒന്നിച്ച് ഈ ഒരു പാത്രത്തിലേക്ക് ആക്കി വെക്കുകയാണ് ചെയ്യേണ്ടത്. ഒരുപാട് പ്രാവശ്യം തുറന്ന് അടച്ചു കഴിഞ്ഞാൽ ഇതിലോട്ട് ഈച്ചകൾ വന്നിട്ട് മുട്ടയിട്ടാണ് പുഴുക്കൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഉണ്ടാവുക. അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ഒറ്റ പ്രാവശ്യം തന്നെ അങ്ങനെ ചെയ്യുക, അടച്ചു വെക്കുക. നിങ്ങൾക്ക് ഫ്ലാറ്റിൻ്റെ ഉള്ളിലാണെങ്കിലും അത് വെക്കാൻ പറ്റും. 2 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ എടുക്കുമ്പോൾ ഇതിൽ ചിലപ്പോൾ എന്തെങ്കിലും അതുണ്ട് എന്നുണ്ടെങ്കിൽ അതിലേക്ക് ആ വെള്ളം വന്നിട്ടുണ്ടാവും. അത് നിങ്ങൾക്ക് ഡൈല്യൂട്ട് ചെയ്ത് ചെടികൾക്ക് ഒഴിക്കാം. ചിലപ്പോൾ അത് വെള്ളം വരാനുള്ള സാധ്യതയൊന്നുമില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും നിങ്ങൾ സേഫ്റ്റിക്ക് വേണ്ടി വീടിൻ്റെ ഉള്ളിൽ വെക്കുമ്പോൾ 2 പാത്രത്തിലായിട്ട് വെക്കണം. പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് നിങ്ങളത് എടുത്ത് തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഒരാഴ്ച കഴിഞ്ഞ് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വീണ്ടും അടച്ചു വെക്കുക. അതിനുശേഷം ചിലപ്പോൾ വെള്ളമൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പം അങ്ങനെ ചെയ്തിട്ട് 1 മാസത്തിനുള്ളിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് നല്ല അടിപൊളി കമ്പോസ്റ്റ് ആയിട്ട് കിട്ടും. ഇതുപോലെ പൊടി കമ്പോസ്റ്റ് നിങ്ങൾക്ക് മണമില്ലാത്തതും അതുപോലെ പുഴുവില്ലാത്തതും 1 മാസം കൊണ്ട് വീടിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ നിങ്ങൾക്ക് ആക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് അടിപൊളിയാണല്ലോ അല്ലേ. നമ്മൾ വെറുതെ കളയുന്ന കിച്ചൺ ഇപ്പം ഇതിൽ തന്നെ ഇതിപ്പോൾ നമ്മളുടെ ഇത് കമ്പോസ്റ്റ് റെഡി ആയി കഴിഞ്ഞാൽ ഈ ചട്ടിയിൽ തന്നെ നമുക്ക് ചെടി നടാനായിട്ട് പറ്റും. അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് ചട്ടികളിൽ ഇങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ വേറെ വളമോ കാര്യങ്ങളൊന്നും മേടിക്കേണ്ട ആവശ്യം വരുന്നില്ല. നിങ്ങൾക്ക് അതിൽ തന്നെ കൃഷി ചെയ്യാനായിട്ട് പറ്റും. അപ്പം എല്ലാവർക്കും ഒത്തിരി ഉപകാരപ്രദമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും നമ്മൾ നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും.